ഇന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ നിലകൊള്ളുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു, വാർത്താ മീഡിയയിലുണ്ടായിരുന്നു. ദമ്പതിമാർ അവരുടെ മകളെ, ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പാപ്പാന്റെ കയ്യിൽ കൊടുക്കാൻ, ആനയുടെ അടിയിലൂടെ നടത്തിക്കാൻ, കുട്ടിയുടെ പേടി മാറാൻ. അവസാനം സാധനമൊക്കെ അടിച്ച് കാട്രായി അടിച്ച് നിൽക്കുന്ന ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് കുട്ടി താഴോട്ട് വീടും. ആ സമയത്ത് ആന എങ്ങാനും ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തീർന്ന്. പൊടിക്കുഞ്ഞല്ലേ, പൊടിക്കുഞ്ഞിനെയും കൊണ്ട് ഈ കള്ളും കഞ്ചാവുമായിട്ട് നിൽക്കുന്ന ഇവന്റെ കയ്യിൽ, ഈ പാപ്പാന്റെ കയ്യിൽ ഈ സാധനത്ത് കൊടുത്തിരിക്കുക, കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. ആദ്യം അടിക്കേണ്ടത് രക്ഷിതാക്കൾക്കിട്ടാണ്. മനുഷ്യന്റെ അന്ധവിശ്വാസം നോക്കണം. ആനയുടെ കാലിനടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ പേടി മാറുമെന്ന് ആരാ പറഞ്ഞിരിക്കും? വർഷം 2025 നിന്ന് 26 എത്തിയാലും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ യാതൊരു കുറവുമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അന്ധവിശ്വാസം ഇന്നും എന്നും എക്കാലഘട്ടത്തിലും ജനങ്ങളെ പിടികൂടും. അതിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത് സ്ത്രീകളാണ് ആദ്യം പെട്ടുപോവുക. ലോകത്ത് ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ഇന്നീ ലക്കും നാസിഹുൻ അമീൻ. സ്വർഗത്തിലേക്ക് കടത്തിയതാകുന്ന മാതാപിതാക്കൾ ആദ്യ വ്യക്തിയല്ലേ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവും ഉമ്മയും. രണ്ടുപേരോടുമായി അള്ളാഹു പറഞ്ഞു സ്വർഗത്തിൽ കടന്നുകൊള്ളുക. പക്ഷേ ആ കാണുന്നതാകുന്ന മരത്തിലേക്കോ അതിന്റെ കായ്കളിലേക്കോ അടുക്കരുതേ. വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. മരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞ് ശക്തമായി വിലക്കേർപ്പെടുത്തി. വിശാലമാണ് സ്വർഗം. സ്വർഗത്തിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്കനികളുണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കാം, ഏത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അള്ളാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരൊറ്റ മരത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇങ്ങോട്ടടുക്കരുത്. പക്ഷെ അതേ മരത്തിലേക്ക് തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടുപ്പിച്ചു. ഖുർആൻ പറഞ്ഞതല്ലേ, ഫവസ്വസ ലഹുമശ് ശൈത്താൻ. പിശാച് അവർക്ക് ദുർബോധനം നടത്തി. പിശാച് അവിടെ ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ആ മരത്തിന്റെ കായ്കനികൾ എന്താ വിലക്കെന്നറിയോ? നിങ്ങളത് കഴിച്ചാൽ രാജാവ് രാജ്ഞിയെ പോലെ കാലാകാലം ഇവിടെ കഴിയാം. നിങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഒന്ന് കഴിച്ചു നോക്കിയാൽ റാഹത്തായിട്ട് കഴിയാം. ഇതന്നെയാണ് ഇന്ന് നടക്കുന്ന ദുർമന്ത്രവാദികളൊക്കെ ചെയ്യുന്ന പരിപാടി. ഇതാ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളെ പെടുത്തിക്കളയാൻ. നിങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ജീവിക്കാം, സന്തോഷകരമാകുന്ന ജീവിതം കിട്ടും. ഇന്നീലക്കും നാസിഹുൻ അമീനുൻ. പിശാച് പറഞ്ഞ വാക്കതാണ്, ഞാൻ നിങ്ങൾക്ക് നല്ല ഉപദേശകനാണ് കേട്ടോ. വേറെ ആരും ഇതുപോലെ നല്ല സൂപ്പർ ഉപദേശം തരാനില്ല. ഹലാക്ക് പിടിപ്പിച്ചിറക്കാൻ പോവാണ് ഇവന്റെ ഉള്ളു വേറെ ശനി, പക്ഷെ ഇവനെ പറഞ്ഞു കൊടുക്കുന്ന ശനി ഇതാണ്. അങ്ങനെ ദുർബോധന നടത്തി ആദ്യം അതിൽ വശംവദനായി വീണത് ഹവ്വാ ഉമ്മയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഉമ്മ വീണുപോയി. സ്ത്രീകളാണ് പെട്ടെന്ന് പെട്ടുപോവുക. അപ്പൊ പിന്നെ അവരിങ്ങനെ പറയാൻ തുടങ്ങി, ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ച് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞേ, ഒന്ന് കഴിച്ചു നോക്കാം, കുഴപ്പം നോക്കാല്ല. അങ്ങനെയാണല്ലോ ഇന്നും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളോട് ചിലപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നുണ്ടാവും, കാര്യം എന്തൊക്കെ പറഞ്ഞാലും മൂപ്പരിൽ എന്തോ ഒരു കഴിവുണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ അത്ര ആള് കൂടുന്നത്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സമസ്തയുടെ പണ്ഡിതന്മാരും ഉലമാക്കളും ഒക്കെ എതിർത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളിത്ര പോകാനുള്ള കാരണം എന്താ? എന്തോ കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരും അറിയേണ്ട പതുക്കെ രഹസ്യമായിട്ട് പോവാം. പെണ്ണുങ്ങൾ പതുക്കെ ഹിക്മത്തിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുണ്ട്. ഇതിപ്പോ സമൂഹത്തിൽ നടക്കാൻ. അപ്പൊ ഹാജിയാര് പതുക്കെ ഹിറാൻ കെട്ടി പതുക്കെ അങ്ങോട്ട് പോവാൻ. ഉള്ള സമ്പത്ത് കൊണ്ട് അവിടെ കൊണ്ടുകളയും. ദീനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതകൾ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അതാ കാഹിനാ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരില്ലേ, അവന്റെ വീടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കുറ്റിയടിക്കേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്ന് കളം വരച്ചൊന്ന് നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയതാകുന്ന ഹാജിയാക്കന്മാർ, സമുദായത്തിൽ അറിയപ്പെടുന്നതാകുന്ന വലിയ വലിയ പണക്കാർ, പണച്ചാക്കുകൾ ഇതാ ജ്യോത്സ്യന്മാരുടെ സമീപത്ത് പോകുന്നവരില്ലയോ? കണിയാന്മാരുടെ സമയം നോക്കിക്കൊണ്ട് വീടിന്റെ കുറ്റിയടി കർമ്മങ്ങൾ നടത്തുന്നവരില്ലയോ? വീടിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നവരില്ലയോ? അവന്റെ ഹോട്ടലിലേക്ക്, ജ്വല്ലറികളിലേക്ക്, ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്കൊക്കെ വലിയ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന കണക്ക് നോക്കിക്കൊണ്ട് ഓരോ മൂലകൾ കണക്കാക്കുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അതാ കാഹിനാ
ഏതെങ്കിലും ഒരു സത്യവിശ്വാസി മുഅ്മിൻ അവനൊരു ജ്യോത്സ്യനെ സമീപിച്ചാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ ജ്യോത്സ്യൻ കണക്ക് നോക്കിയിട്ട് പറയുന്ന വിഷയത്തിൽ പരിപൂർണമായി വസ്തുതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ മതനിയമങ്ങളെ പരിപൂർണമായി ഒഴിവാക്കിയവനാണവൻ. അവൻ നിഷേധിയാണ്, നിഷേധിയാൻ. അഥവാ കാഫിറായി മരണപ്പെട്ടു പോകുവാൻ അത് മതിയെന്ന് നബിയോനാ റസൂലുള്ളാഹി. മോമിനിന്റെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഒരു ഹൈന്ദവ സമൂഹത്തിലുള്ള മനുഷ്യൻ അയാൾ ജ്യോത്സ്യനെ സമീപിക്കും, നമുക്ക് നമ്മളെ സംബന്ധിച്ച് തെറ്റല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഒരു മോമിനായ മനുഷ്യൻ അവനവന്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന പ്രവണത വരാൻ പാടില്ല. അവന്റെ ആഘോഷങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നതാകണം. അവൻ ക്രിസ്മസിനും ഓണനും ന്യൂ ഇയറിനും എന്ന് വേണ്ട അങ്ങനെയുള്ള ആഘോഷ പൊലിമകളിലൂടെ മർമ്മപ്രധാനമായ തലത്തിലേക്ക് പോകരുത്. കാരണം ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, മുസ്ലിമിനുള്ളതല്ല. ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് അവരുടെ ദൈവമാകുന്ന, നമ്മൾ പ്രവാചകനാണെന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരിക്കലും ഡിസംബർ 25 നമ്മൾ വിശ്വസിക്കുന്നില്ല, അത് തെളിയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു പ്രവാചകനെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ആ പ്രവാചകനെ ദൈവമായിട്ടാണ് കാണുന്നത്, നമ്മളോ ദൈവമായിട്ടല്ല കാണുന്നത്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ തെറ്റി. പിന്നെ എങ്ങനെ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കും? അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവരേതൊരു ആദർശത്തിന്മേലാണോ ആ ആഘോഷം ആഘോഷിക്കുന്നത് അതിലേക്ക് നമ്മൾ ചേക്കേറുകയാണ്. അപ്പോൾ നമ്മൾ മുർത്തദ്ദായി പോകാൻ അത് കാരണമാകും. അവർ ദൈവമാണെന്നും ദൈവപുത്രനാണ് ഈസാ നബി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്മസിൻ്റെതാകുന്ന ദിവസത്തിൽ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അവർ ആഘോഷിക്കുന്നത് എങ്കിൽ നീ ആഘോഷത്തിലേക്ക് ചേർന്നുകൊണ്ട് കടമുറകളിൽ സ്റ്റാർ തൂക്കിയിട്ടുകൊണ്ട് അമുസ്ലിമീങ്ങളാകുന്ന ആളുകളുടെ കച്ചവടം കൂടി പിടിക്കാനുള്ള പ്രവണതയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്റെ ദീനിന്റെ ഷിആറിനെ വെല്ലുവിളിച്ചവനായി പോകും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാഇറയിൽ നിന്ന് അതിന്റെ വൃത്തത്തിൽ നീ പുറത്തു പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അവരല്പം ഇങ്ങോട്ട് കേക്ക് കൊണ്ടുവന്നു, നീ അങ്ങോട്ട് എന്തെങ്കിലും മധുരം കൊടുക്കുന്നു. പെരുന്നാളിന്റെ സുദിനത്തിൽ നല്ല പത്തിരി ഇറച്ചിക്കറി അങ്ങോട്ട് കൊടുക്കുന്നു. അതൊക്കെ പണ്ട് മൂലം ഇവിടെ നടന്നു വരുന്നതാണ്, അതിനൊന്നും ഒരു തെറ്റില്ല, അതല്ല ഈ പറയുന്നത്. മറിച്ച് അവരുടെ ആഘോഷങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് അന്നത്തെ ദിവസങ്ങളിലും ന്യൂ ഇയറിന്റെ ദിവസങ്ങളിലും ആഘോഷങ്ങളുമൊക്കെയായി നിലകൊള്ളുന്ന സമൂഹം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാഇറയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഹേതുവായി തീരും. ചില പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും, ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അതിൽപ്പെട്ടതാണിത്. മനസ്സിലൊന്നും ഉണ്ടായിക്കണമെന്നില്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. ദീനിന്റെ ഷിആർ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അശ്ലീലതയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ അവയവങ്ങളെയൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വിപത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തി ദുനിയാ വതമഅന്നു ബിഹാ والذين هم عن آياتنا لغافلون أولئك مأواهم النار أولئك مأواهم النار بما كانوا يكسبون. പരിശുദ്ധമായ ദീനിന്റെ ശിആറുകളെ പരിപൂർണമായി അവഗണിക്കുകയും ഖുർആനിനെയും ഹദീസുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് കള്ളിലായി, കഞ്ചാവിലായി, ലഹരിയിലായി ആത്മീയത പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സക്കാത്തില്ലാത്ത, പാപങ്ങളുടെ കണ്ണീരൊപ്പാത്ത, നിരാലംബർക്ക് അവലംബമാകാത്ത, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാത്ത നിലക്ക് മോശപ്പെട്ട ശൈലികൾ അവഗണിക്കുന്നവരില്ലയോ? ഹറാമായ തലത്തിലേക്ക് ജീവിതത്തെ പരിപൂർണമായി കൊണ്ട് നടക്കുന്നവരില്ലയോ? കള്ളു കുടിക്കാത്ത ദിവസങ്ങളില്ല, പോകാത്തതാകുന്ന പാർക്കില്ല, മാളില്ല, ബീച്ച് റോഡുകളില്ല, എല്ലാ അശ്ലീലതയിലും മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണ്.
ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമെന്ന ചിന്തയില്ല, ഖബറിനെ കുറിച്ചുള്ള ഭയപ്പാടില്ല, മഹ്ശറയെ കുറിച്ചുള്ള ബോധ്യമില്ല, അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ചിന്തയേ ഇല്ല. അല്ലാഹുവിനെ നേർക്ക് നേരെ ഒന്ന് കാണണമെന്ന് പോലും ആഗ്രഹിക്കാതെ ദുനിയാവിന്റെ പിറകെ ഓടുന്നതായ മനുഷ്യ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, അല്ലാഹ് പറയുകയാണ്, നമ്മളെ ഒന്ന് നേർക്ക് നേരെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതെ ഈ ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമോടുന്ന മനുഷ്യരില്ലയോ, പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരില്ലയോ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിലൂടെ മാത്രമായി ജീവിതം കൊഴിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരില്ലയോ, ഹറാമായ മുതൽ ഭുജിക്കുന്നവരില്ലയോ, ഹറാമായ തലത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നവരില്ലയോ, ഉലൈക മഅവാഹുമുന്നാർ, അവർക്ക് അല്ലാഹു നൽകുന്നതായ സങ്കേതം അത് നരകമാണ്, നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ, അവർ ഈ ദുനിയാവിൽ ചെയ്ത നീചവൃത്യങ്ങളാണ് അതിന് ഹേതുവാകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞതാണ് ആഖിറത്തെ ലക്ഷ്യം വെക്കാതെ കേവലം ദുനിയാവിന്റെ പിറകെ ഓടുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന സഹോദര സഹോദരി, യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, ലിബറലിസത്തിലേക്ക് ഹൃദയത്തെ തുറന്നതാകുന്ന സഹോദര സഹോദരി, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. നരകത്തിന്റെ ആകുന്ന താളുകളിലേക്ക് നീ എത്തിപ്പെടുമേ, നരകത്തിന്റെ വാഹകനാകുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നരകത്തിലേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് ഈ പറയുന്ന നരകം? വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകാവകാശികൾ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിന്റെ അകത്തളത്തിൽ വെണ്ണീറായി കഴിയുന്ന സമയത്ത് നരകാവകാശികൾ ചൂടേറ്റുകൊണ്ട് ശരീരത്തിന്റെ രോമകൂപങ്ങൾ കരിയപ്പെടുമ്പോ, മാംസതലങ്ങൾ ഉരുകി ഒലിക്കുമ്പോ, സ്വർഗാവകാശികളോട് ചോദിക്കുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ആ സംഭവം കൃത്യമായി നമ്മളെ വരച്ചു കാട്ടുകയാണ്. വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന, സ്വർഗാവകാശികളൊക്കെ നരകാവകാശികൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിക്കുകയാണ്. അൻ അഫീളൂ അലൈനാ മിനൽ മാ, അല്ലയോ സ്വർഗത്തിൽ വസിക്കുന്നവരെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഞങ്ങളിലേക്കൊന്ന് നോക്കണേ, നോക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സ്വർഗീയമാകുന്ന ആസ്വാദനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഞങ്ങളുടെ ശരീരം ഇതാ കരിയുകയാണ്, രോമകൂപങ്ങൾ ഇതാ കത്തിയമർന്നു പോവുകയാണ്, ഞങ്ങളുടെ ചർമ്മങ്ങൾ ഇതാ പരിപൂർണമായി നശിച്ചു പോവുകയാണ്. കുല്ലമാ نضجت جلودهم بدلناهم جلودا غيرها. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കേവലം ഈ ദുനിയാവിൽ നീ കാണുന്നതായ തീയായി നരകത്തിന്റെ തീയെ കരുതരുതേ സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ സ്വഹാബ, ആഖിറത്തിലെ തീ എന്ന് പറയുന്നത്, നരകീയ ശിക്ഷ എന്ന് പറയുന്നത് ഭീകരമാണ്, ഭീകരമാണ്. ആ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാകുന്ന മനുഷ്യന്റെ ചർമ്മങ്ങൾ പരിപൂർണമായി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ കത്തിയമർന്നു പോയാണ്. അവരുടെ ശരീരത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും അടർന്ന് പുറത്തേക്ക് പോകുമ്പോ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ,
മറ്റൊരു ചർമ്മവും മറ്റൊരു മാംസതലമാകുന്ന ഭാഗങ്ങൾ കൊണ്ട് അള്ളാഹു വീണ്ടും ഇതാ ശരീരത്തെ ക്രമപ്പെടുത്തുകയാണ്. വീണ്ടും ഇതാ ശരീരത്തിലേക്ക് മാംസവും ചർമ്മവും ഇട്ടുകൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയദൂഖുൽ അദാബ്, വേദന അറിയട്ടെ, വേദന രുചിക്കട്ടെ. നരകത്തിന്റെ ശിക്ഷ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, രസിച്ചവനല്ലേ, കള്ളു കുടിച്ചവനല്ലേ, കൂത്താടിയവനല്ലേ, പെണ്ണ് പിടിച്ചവനല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനല്ലേ, ആലിമീങ്ങൾ വാദങ്ങൾ കേൾക്കാതെ ഈ ദുനിയാവിൽ ജീവിച്ചവനല്ലേ. അവന്റെ ശരീരത്തിലെ ചർമ്മങ്ങൾ ഇതാ സെക്കൻഡുകൾ കൊണ്ട് കരിഞ്ഞു മാറുമ്പോ വീണ്ടും ഇതാ ശരീരത്തിലേക്ക് ചർമ്മം അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ നരകാവകാശികൾ സ്വർഗത്തിന്റെ വാഹകരോട് വേദന കൊണ്ട് പുളയുമ്പോൾ ചോദിക്കുകയാണ്, അൻ അഫീളൂ അലൈനാ മിനൽ മാ, സ്വർഗാവകാശികളെ, സ്വർഗത്തിന്റെ വാഹകരെ, ഒരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഞങ്ങളുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ശരീരമാസകലം പൊളിഞ്ഞു മാറിയിരിക്കുന്നു, വല്ലാത്ത വേദനയാണ്, പൊള്ളലേറ്റിരിക്കുകയാണ്. ഒരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ സ്വർഗീയമാകുന്ന ആസ്വാദനങ്ങളില്ലേ, ആ ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം ഒന്ന് ഇട്ടു തരുമോ? നരകാവാസികൾ താഴെ തട്ടിയിരുന്നുകൊണ്ട് വ്യസനിക്കുകയാണ്, ദുഃഖിക്കുകയാണ്, ചോദിക്കുകയാണ്. വിളിച്ച് ഖേദിക്കുന്ന ഈ സമയം അല്ലാഹുവിന്റെ ഖുർആനിനോട് അല്ലാഹു കൃത്യമായി സ്വർഗാവകാശികൾ കൊടുക്കുന്ന മറുപടി കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഖാലൂ, സ്വർഗാവകാശികൾ തിരിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെതാകുന്ന പാനീയമില്ല, സ്വർഗത്തിൻ്റെതാകുന്ന ഭക്ഷണമില്ല, സ്വർഗീയമാകുന്ന വസ്ത്രങ്ങളില്ല, സ്വർഗീയമാകുന്ന വിഭവങ്ങളില്ല. എല്ലാം അല്ലാഹു നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുകയാണ്. കാരണം ദുനിയാവിൽ നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരല്ലയോ. വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى يوم القيامة أعمى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ മറന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, കള്ളു കുടിക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരെ, സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടുന്ന സഹോദരിമാരില്ലയോ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ളതായ മുസ്ലിം സഹോദരങ്ങളില്ലേ, ചെറുപ്പക്കാരില്ലേ, പഠിച്ചു വെക്കണേ, നരകമാണ്, നരകമാ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരെ, തീർച്ചയായും നിങ്ങൾക്ക് ഈ ദുനിയാവിലും ഖബറിലും നാളെ മഹ്ശറയിലും അല്ലാഹു കുടുസായ ജീവിതം നൽകുകയാണ്. മനസ്സിന് സമാധാനമില്ല, മനസ്സിന് ശാന്തിയില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, മാനസികമായ വിഭ്രാന്തിയാണ്, പ്രയാസത്തിലാണ്, ഖബറവന് ഞെരുക്കമാണ്, ഇടുക്കമാണ്, ബുദ്ധിമുട്ടാണ്. فإن له معيشة ضنكا. ഖബറവൻ അല്ലാഹു ഇടുക്കുകയാണ്, വല്ലാത്ത കൊടുസായ ജീവിതം കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കുകയാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. തീർന്നില്ല, നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരുമ്പോ, ഇവനെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുമ്പോ അന്ധനായിട്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കടന്നു വരിക. വനഹ്ശുറുഹു
യൗമൽ ഖിയാമത്തി അഅമാ. ഈ ദുനിയാവിൽ ധാരാളം സിനിമകൾ കണ്ട കണ്ണല്ലേ, സീരിയൽ ദർശിച്ചതാകുന്ന കണ്ണല്ലേ, അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ WWE അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നവരല്ലേ. ഈ കണ്ണിതാ നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കണ്ണിന്റെ കാഴ്ചയെ അല്ലാഹു എടുത്തു കളയുകയാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ ഖിയാമത്ത് നാളിൽ സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും സാലിഹീങ്ങളും തെമ്മാടികളും റൗഡികളും യുക്തിവാദികളും നിരീശ്വരവാദികളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുന്നതായ മഹ്ശറയിലേക്ക് ഇന്നുള്ള ജനവിഭാഗം മാത്രമല്ലല്ലോ, വരാനിരിക്കുന്ന ജനകോടികൾ, കഴിഞ്ഞു പോയതാകുന്ന ജനകോടികൾ സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന കോടതിയിലേക്ക് ഇതാ ഇവൻ കടന്നു വരുമ്പോ, ഇതാ നെല്ലിക്കുന്നുള്ള ഇന്ന സഹോദരി കടന്നു വരുമ്പോ കണ്ണിന് അന്ധതയാണ്, അന്ധതയാണ്. ഖാല റബ്ബി ലിമ ഹശറതനീ അഅമാ വഖദ് കുന്തു ബസീറാ. കണ്ണിന്റെ കാഴ്ച എത്തിപ്പോയതാകുന്ന സഹോദരൻ സഹോദരി അല്ലാഹുവിനോട് അവലാതിപ്പെടുകയാണ്. എന്തിനാണ് പടച്ച റബ്ബേ എന്നെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? ഞാൻ നല്ലതുപോലെ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ദുനിയാവിൽ കാഴ്ചശക്തിയുള്ള മനുഷ്യനായിരുന്നല്ലോ, എന്തിനാണ് എന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? അപ്പോഴാണ് അല്ലാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുന്നത്. ഖാല കദാലിക്, കാര്യം അങ്ങനെ തന്നെയാണ്, ശരി തന്നെയാണ്. ദുനിയാവിൽ നീ കാഴ്ചയുള്ളവനായിരുന്നു, ഇന്നിതാ മഹ്ശറയിലേക്ക് വരുമ്പോൾ നിന്റെ കാഴ്ച ശക്തി അല്ലാഹു പരിപൂർണമായി എടുത്തു കളഞ്ഞു, നിനക്ക് അന്ധത വരുത്തി. എന്തേ കാരണമെന്നറിയുമോ? വഖദ് കുന്തു ബസീറാ ഫകദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ فكذلك اليوم تنسى. നിനക്ക് ദുനിയാവിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നാം നൽകിയതല്ലയോ? നിന്റെ നാഹല്ലത്തിൽ 4-5 ദിവസങ്ങളല്ല 10 ദിവസങ്ങളിലുപരിയായി വാദിന്റെ മജ്‌ലിസുകൾ കൃത്യമായി നടന്നതല്ലേ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉലമാക്കൾ വന്ന് ഉമറാക്കൾ മുഖേന ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ ഇൽമിന്നതാകുന്ന സദസ്സ് പറഞ്ഞതല്ലയോ? ഖുർആൻ ഓതിക്കൊണ്ട് വിശദീകരിച്ചതല്ലയോ? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നതല്ലയോ? ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലയോ? മഹ്ശറിലെ ഹിസാബിനെ കുറിച്ച് പറഞ്ഞു തന്നതല്ലയോ? എന്നിട്ടതൊന്നും ചെവിക്കൊള്ളാതെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലയോ? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ഈ ദുനിയാവിൽ നീ നടന്നവനല്ലയോ? നല്ല കാഴ്ചശക്തിയുള്ള മനുഷ്യനായിരുന്നു. ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കണ്ട് മനസ്സിലാക്കാൻ, ഈ ഭൂമി കണ്ട് മനസ്സിലാക്കാൻ, ആകാശത്തിന്റെ നീലിമ കണ്ട് മനസ്സിലാക്കാൻ, അനന്തകോടി നക്ഷത്ര താരകങ്ങളെ മനസ്സിലാക്കാൻ, അതിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് ധാരാളം അവസരമുണ്ടായിരുന്നു. എന്നിട്ട് ആ അവസരങ്ങൾ നീ നിഷേധിച്ചവനല്ലേ? ഈ ദുനിയാവിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ ജീവിച്ചവനല്ലേ? ഫകദാലികൽ യൗമ തുൻസാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നതിന്റെ പേരിൽ ഇന്നിതാ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അല്ലാഹു നിന്നെയും മറക്കുകയാണ്. നിന്റെ കാഴ്ച അല്ലാഹു എടുത്തു കളഞ്ഞത് അതാണ് എന്ന് മലക്കുകൾ മുഖേന മറുപടി കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. കാഴ്ചയില്ല, എല്ലാം എടുത്തു കളഞ്ഞു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കിട്ടുന്ന സമയവും സന്ദർഭവും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കോ. ആവശ്യമില്ലാത്ത തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഇത്തഖുസിനാ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വാബ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വാബ. ആ വ്യഭിചാരത്തിലൂടെ നിങ്ങൾക്ക് വലിയ നാശമുണ്ടാകുമേ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ ഹേതുവാകുമേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ,
ഈ ദുനിയാവിൽ വിചരിക്കുന്ന ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ 6 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമേ. 6 കാര്യങ്ങൾ വന്നു ചേരുമേ. സലാസും ഫി ദുനിയാ വസലാസും ഫിൽ ആഖിറ. 3 കാര്യങ്ങൾ ദുനിയാവിൽ തന്നെയാണ്, 3 കാര്യങ്ങൾ ആഖിറത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഹിസാബാണ്. ഇത് പറഞ്ഞത് ലോകൈക ഗുരുവാണ്, ഹബീബായ നബി തങ്ങളാണ്, സാദിഖുൽ മസ്തൂഖാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധങ്ങൾ പറഞ്ഞതാണ്. വിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല, കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ച മോശപ്പെട്ട കാഴ്ച, കണ്ണിന്റെ വിചാരം. കാതുകൾ കൊണ്ടുള്ള കേൾവി, കാതിന്റെ വിചാരം. നാവ് കൊണ്ടുള്ള സംസാരം, കിന്നാരം പറച്ചിൽ, നാവിന്റെ വിചാരം. കൈകൾ കൊണ്ടുള്ള പിടുത്തം. ചില ആളുകൾക്ക് ബസ്സിൽ കയറിയാൽ പിന്നെ പറയലാണ്, അവിടെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം, അതിനുവേണ്ടി കൈയായിട്ട് പോകും. അള്ളാഹു മളക്കാക്കട്ടെ. പിടിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഹാജിയാറെ പേരാണ്. അള്ളാഹു നമ്മളെ കാത് സംരക്ഷിക്കണം. അങ്ങനെയാണല്ലോ എന്ത് നീചവൃത്യം വന്നാലും നമ്മുടെ കൗമിന് 2-3 പേരുണ്ടാവും. സ്വർണം കൊണ്ടുവന്നു, നോക്കുമ്പോൾ പറയാൻ പറ്റാത്ത സ്ഥലത്ത് കടത്തിയ ഇതിൽ കൂട്ടത്തിൽ 3 എണ്ണം നമ്മുടെ കൗമ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പണ്ട് ബെൽറ്റിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ദുബറിനകത്ത് കയറ്റി വിടുകയാണ്. എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി ഹാജിയാർക്ക്. പേര് മുസ്ലിമിന്റെ പേര്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 10 ബിസ്ക്കറ്റ് വെച്ചിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. സമ്പത്ത് എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അതൊന്നും ആഖിറം ഗുണപ്പെടൂല. ദുനിയാവിന് വേണ്ടി പുറകെയുള്ള ഓട്ടമാണ് ഇതൊക്കെ. പരലോകത്ത് വലിയ ശിക്ഷ ഉണ്ടാവും, ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ചൊല്ലിയിരുന്നു ഇസ്തിഗ്ഫാർ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഗ്ഫിറു ലഹു ഫീ കുല്ലി യൗമിൻ 100 മറ. ദിവസം 100 എണ്ണം ചൊല്ലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റജബിൽ മാത്രമല്ല, എപ്പോഴും. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ് താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജമുൽ ജവാമിൽ രേഖപ്പെടുത്തിയത്. എന്ന് പറഞ്ഞാൽ നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത്. അപ്പൊ നമ്മൾ എത്ര ചെല്ലണം? പാപം തീരെയില്ലാത്ത പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകർ തന്നെ 100 എണ്ണം ഡെയിലി ചെല്ലിയിരുന്നെങ്കിൽ നമ്മൾ എത്ര ചെല്ലണം? ചിന്തിക്ക്. അതുകൊണ്ട് തെറ്റിലേക്ക് പോകരുത്, തെറ്റുകുറ്റങ്ങളിലേക്ക് വ്യാപൃതരാകരുത്. നല്ലപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഇതുവരെ ചെയ്തതൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യാതിരിക്കുക. മേലിൽ തെറ്റിനെ ആവർത്തിക്കില്ല എന്ന് ദൃഢനിശ്ചയം വരിക. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് ഖേദമുണ്ടാവുക. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക. ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ പൂർത്തീകരിക്കുക. ഇതൊക്കെയാണല്ലോ ഈ 4 കാര്യങ്ങളാണല്ലോ തൗബയുടെ നിബന്ധന. തൗബയുടെ നിബന്ധന ഇതൊക്കെയാണ്. ഒന്ന് ഖേദം, ചെയ്തുപോയ തെറ്റുകളെ കുറിച്ചുള്ള ഖേദം. രണ്ടാമത്തത് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മൂന്നാമത്തത് അതിലേക്ക് ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയം മനസ്സുകൊണ്ടുണ്ടാവുക. 4മത്തത് ജനങ്ങളുമായിട്ടുള്ള ഇടപാടുകൾ, സാമ്പത്തികമോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നസൂഹായ തൗബയായി മാറി. അങ്ങനെ തൗബ ചെയ്തിട്ട് അള്ളാഹുലേക്ക് തിരിയേണ്ട സമയം നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇത്തഖുസിനാ. 3 കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. വ്യഭിചാരത്തെ നിങ്ങൾ ഗൗനിക്കണേ. അതിലൂടെ 6 കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമേ. 3 എണ്ണം ദുനിയാവിലാണ്, 3 എണ്ണം ആഖിറത്തിൽ കിട്ടുന്നതാണ്. 3 കാര്യങ്ങൾ ദുനിയാവിൽ വന്നു ചേരും. ഒന്ന്, യുദ്ഹിബുൽ ബഹാ, അവന്റെ മുഖത്തിന്റെ മുഖകാന്തി, ആത്മീയമായ പ്രഭ അള്ളാഹു എടുത്തു കളയും. വിചരിക്കുന്നവർ എത്ര ഫേഷ്യൽ ചെയ്ത് നടന്നിട്ടും കാര്യമില്ല. മുഖത്തിന്റെ ഒരു മുഖകാന്തി ഉണ്ട്, അതെടുത്തു കളയും അള്ളാഹു. ആത്മീയമായ ഒരു പ്രഭയുണ്ട്, അതെടുത്തു കളയും. അങ്ങനെ ഒരു പ്രഭയുണ്ടോ? ഉണ്ടല്ലോ. സീമാഹും ഫീ വജൂഹിഹിം മിൻ അഫരി സുജൂദ്. സ്വാലിഹീങ്ങളാകുന്ന ആളുകളെ തിരിച്ചറിയുക അവരുടെ മുഖത്തിന്റെ ആത്മീയമായ പ്രഭ കൊണ്ടാണ്. സ്വാലിഹീങ്ങൾക്ക് തമ്മിൽ തിരിയും. അവ മുഖത്തിന് എത്ര ഫേഷ്യൽ ചെയ്തിട്ടും കാര്യമില്ല. പെടിക്കേറും മണിക്കൂറും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കാണ് ഹാജിയാര്. 10 പേരുടെ മുന്നിൽ കരുമാണിക്കും. ഒന്നും ഒരു കാര്യമില്ല. എല്ലാ ആത്മീയ പ്രഭയും നിൽക്കുന്നത് മുഖത്തിലാണ്. അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയും, സ്വാലിഹീങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നിന്റെ മുഖത്തിന്റെ ആത്മീയ പ്രഭ ആദ്യം തന്നെ ഇല്ലാതാവും. എല്ലാ ദിവസവും രാത്രി ഇരുന്നിട്ട് വാതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ WW അടിച്ചിട്ട് സണ്ണിയിലിയാനൊന്ന് കുളിച്ചോ, എന്തായി ഒന്നു കൊടുത്തോ എന്ന് പറഞ്ഞ് നോക്കി നടക്കുന്നവന്മാരാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രാത്രിയിൽ എല്ലാ ദിവസവും WW അടിച്ച് അങ്ങനെ നിൽക്കുന്ന ആളുകൾ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുന്നവർ, കാതുകളെ കൊണ്ടുപോകുന്നവർ, ശ്രദ്ധിച്ചോ.
ആത്മീയമായ പ്രഭയെ അള്ളാഹു ഇല്ലാതാക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ നല്ല വെളുപ്പം നല്ലതൊക്കെ ഉണ്ടാവും, വെളുത്തിട്ട് പാറുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കറുത്തിട്ട് പാറും, അത്രയേ ഉള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇപ്പൊ നല്ല വെളുത്തിട്ട് പാറാനുള്ള ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ തേച്ച് റാഹത്തായിട്ട് നിന്നാണ്, കുറച്ചും കൂടി കഴിയുമ്പോൾ കറുത്തിട്ട് പാറും. അതാ ഉണ്ടാകാൻ പോകുന്നത്. ആളുകൾ പറയും മരിച്ചു കിടക്കുമ്പോൾ എന്ത് പറയുന്നു, വല്ലാത്തൊരു ഇതല്ലോ എൻ്റെ മുഖത്ത് എന്ന് പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വയൂരിസുൽ ഫഖറ, അവന്റെ സമ്പത്ത് അല്ലാഹു എടുത്തു കളയുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ഉന്നതമായ സമ്പത്തിൽ അവൻ വിരാജിച്ചവനായിരുന്നാലും, എത്ര വലിയ മുതലാളിയായിരുന്നാലും, എത്ര വലിയ സമ്പത്തിന്റെ ഉടമയുടെ മകനായിരുന്നാലും മകളായിരുന്നാലും, പെങ്ങളെ ചെറുപ്പക്കാരാ, വയൂരിസുൽ ഫഖറ, ദാരിദ്ര്യം അവർക്ക് വന്നു ചേരുമേ. ഇത് പറഞ്ഞത് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് അവരെത്തും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലര് പറയുന്നുണ്ടല്ലോ, കാശൊന്നും ഉസ്താദ് നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാശൊന്നും അങ്ങോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ മൊബൈലിനകത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിർത്തിക്കും, എന്നാൽ തന്നെ നന്നാവും. ആചാര്യ എപ്പോഴും തോണ്ടിയിട്ട് അവിടെ എത്തുമ്പോൾ പിന്നെ താഴോട്ട് പോകുന്നില്ല. ഇതന്നെ നോക്കിയിട്ട് നല്ല രസമാണ്. ഒന്നും കൂടി കണ്ടു, ഒരു വട്ടം കൂടെ കണ്ടു, ആചാര്യർക്ക് റാഹത്തെ. മൂന്നാല് വട്ടം കണ്ടു, കൂലി കൂടുതൽ കിട്ടുമല്ലോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ദാരിദ്ര്യം വന്നു ചേരും. ഇപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഇപ്പൊ അത്യാവശ്യം കാശ് പച്ചപ്പൊക്കെ ഉണ്ടാവും. അത് കണ്ടുകൊണ്ട് നീ നെകളിക്കണ്ട. അടുത്ത സെക്കൻഡിൽ യൂരിസെന്ന എന്ന് പറഞ്ഞാൽ അനന്തരം എടുക്കും. നിനക്ക് കിട്ടിയില്ലെങ്കിലും പണി കിട്ടുന്നത് തലമുറകൾക്ക് കിട്ടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലോ അവരുടെ വല്യുപ്പൊക്കെ ഭയങ്കര കാശുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. മക്കളൊക്കെ അതാ ഒന്നും ഇല്ലാതെ നടക്കുന്നു. തലമുറ മുഴുവനും വെണ്ണീറായിപ്പോവും, എല്ലാം തീരും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര ഉണ്ടെങ്കിലും ഇല്ലാതാവും. നബിയുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊണ്ട് ശ്രദ്ധിച്ചോ. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വയൻഖുസുൽ ഉമറു, ആയുസ് ചുരുങ്ങി പോകും സ്വഹാബ. ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടവനാണ്. 70, 90, 100 വയസ്സ് വരെ ജീവിക്കേണ്ടതാകുന്ന സഹോദരനാണ്. പക്ഷേ 40 ആകുമ്പോ 20 ആകുമ്പോ 30 ആകുമ്പോ ഇതാ മരണത്തിന് കീഴടങ്ങുകയാണ്. അടുത്ത സെക്കൻഡിൽ മരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വ്യഭിചാരത്തിലേക്ക് ബന്ധപ്പെടുന്നവരെ കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, കൈകൾ കൊണ്ട്, ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിക്കാൻ തുനിയുന്നവരെ ആയുസ് ചുരുങ്ങി പോകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ 3 കാര്യങ്ങൾ ദുനിയാവിൽ വന്ന് ചേരുന്നത് പഠിച്ചു. ശരിക്കും ശ്രദ്ധിച്ചോ. ഇപ്പൊ ഇത്രയും നേരം വാത് ശ്രദ്ധിക്കാത്തവർ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ എല്ലാവരും നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. എന്താന്ന് മനസ്സിലാകുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഫുള്ള് 2 ചെവിയും കൊടുക്കാൻ. അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അപ്പൊ മുഖത്തിന്റെ മുഖകാന്തി നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത്തത് ആയുസ് ചുരുങ്ങിപ്പോകും. അതുപോലെ തന്നെ മൂന്നാമത്തത് അവന്റെ ദാരിദ്ര്യത്തിലേക്ക് വന്നു ചേരും. ഈ 3 കാര്യങ്ങൾ ദുനിയാവിൽ സുനിശ്ചിതം. നബി തങ്ങളുടെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ ആഖിറത്തിൽ കിട്ടുന്ന പണി. ഇവിടെ നിന്ന് കഴിഞ്ഞു, ഇവിടെ എല്ലാം കഴിഞ്ഞ് നാളെ ആഖിറത്തിൽ ഒന്നും ഇല്ലാന്ന് കരുതണ്ട. അവിടെയാണ് പണി കിട്ടാൻ പോകുന്നത്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൂജിദു സഖത്തല്ലാഹ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാര കർത്താവായ അല്ലാഹുവിന്റെ കോപത്തിന് അവൻ പാത്രീഭൂതനാകുമേ. അല്ലാഹ് മൈൻഡ് ചെയ്യൂല മഹ്ശറയിൽ. റബ്ബിന്റെ ഏറ്റവും വലിയ കോപം അവനിലായിരിക്കും. ഈ ദുനിയാവിൽ വിചരിക്കുന്ന സഹോദര സഹോദരിമാർ ഏറ്റവും വലിയ ദേഷ്യം അവരോടായിരിക്കും. കാരണം എന്തുകൊണ്ട്? ലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ, അടുക്കരുതേ. വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുതേ. ലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ. ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണത്, ഏറ്റവും നീചവൃത്തിയാണത്. അതിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞ വചനത്തെ അവഗണിച്ചുകൊണ്ട് നടന്നവളല്ലേ, അവഗണിച്ചുകൊണ്ട് നടന്നവനല്ലേ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ കോപത്തിനവൻ കാരണക്കാരനാകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാളെ പണി കിട്ടും.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമതായി ആഖിറത്തിൽ കിട്ടുന്ന ശിക്ഷയിൽ രണ്ടാമത്തത് വസൂഅൽ ഹിസാബ്, വളരെ വേദനാജനകമാകുന്ന ഹിസാബായിരിക്കും. ഏറ്റവും മോശപ്പെട്ട നിന്ദ്യമായ ഹിസാബായിരിക്കും അവനുണ്ടാവുക. വിചാരണ കനക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആർക്കെങ്കിലും ഹിസാബ് കനത്താൽ ഉറപ്പായിട്ട് ശിക്ഷ ഉണ്ടാവും. ശിക്ഷ ഉറപ്പാണ്. അവിടാണല്ലോ വെള്ളിയാഴ്ച ദിവസം നമ്മള് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇമാം ഓതുമ്പോൾ എന്ന് പറയും, സുമ്മ ഇന്ന അലീനാ ഹിസാബഹും, പിന്നെ അവരുടെ ഹിസാബ് നമ്മുടെ മേലാണ്. അള്ളാഹ് പറയുന്നതായിട്ടുള്ള ആയത്താണത്. അപ്പൊ നമ്മളൊക്കെ എന്തു പറയണം? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി, അല്ലാഹു എന്റെ ഹിസാബിന് നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഇത് പറഞ്ഞിട്ടാണ് എങ്ങോട്ട് പോവാ? റുക്കോയിലേക്ക് പോലെ ആണോ അല്ലയോ? അല്ലാഹുമ്മ യസ്സിർ അലയ്യ ഹിസാബി ചോദിക്കണം. സുന്നത്താണ് ആ പ്രാർത്ഥന. എന്റെ ഹിസാബിനെ നീ എളുപ്പമാക്കി തരണേ അല്ലാ. കാരണം ഹിസാബ് വളരെ വലുതാണ്. ഹിസാബ് കനത്താൽ, വിചാരണ കനത്താൽ വലിയ ശിക്ഷയുണ്ടാകും. വനുഫിഖ ഫിസ്സൂർ فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിൽ മൂന്നാമത്തെ ഊത്തങ്ങോട് ഓതുമ്പോ ഖബർ പിളർന്നുകൊണ്ട് ജനങ്ങളിതാ മഹ്ശറയിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് പോയാണ്. ആ സമയത്ത് ജനങ്ങളിതാ ചോദിക്കുകയാണ്, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? മംബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത്? അപ്പോൾ വിളിച്ചു പറയുകയാണ്, മലക്കുകൾ മുഖേന അല്ലാഹു അറിയിപ്പ് കൊടുക്കുകയാണ്, ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. റഹ്മാനാകുന്ന പടച്ചറബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ ദിവസമില്ലേ, നന്മ തിന്മകൾക്ക് പരിപൂർണമായി പ്രതിഫലം നൽകുന്ന ദിവസമാണ്. മഹ്ശറയുടെ ദിനമാണ്, ലോകാവസാനത്തിന്റെ ദിനമാണ്. ഈ ദിവസത്തിലാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് കേട്ടോ. വസദഖൽ മുർസലൂൻ, ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സർവ്വ റസൂലുകളും ഈ ലോകത്ത് വന്നുകൊണ്ട് പ്രബോധനം നടത്തിയത് ഈ ഒരു ദിവസത്തെ കുറിച്ചാണ്. ആഖിറത്തിൻ്റെതാകുന്ന പ്രഥമമായ ദിവസമാണ്, പരലോക ദിവസമാണ്. എല്ലാവരും വന്ന് നിൽക്കാൻ. ഇൻ കാനത് ഇല്ലാ സ്വയ്ഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ളറൂൻ. സൂറത്ത് യാസീനിലൂടെ ഓതി പഠിച്ചവരല്ലയോ? ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി ലോകം മുഴുവനും അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ഖുർആനിലൂടെ അടിവരയിടുകയാണ്. വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയാ, തങ്ങളുടെ സമുദായത്തെ മാത്രമല്ല ലോകത്തുള്ള എല്ലാ സമുദായവും അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ്. വല്ലാത്ത രംഗമാണ്. യൗമ യഖൂമുർ റൂഹ് വൽ മലായികതു സഫാ ലാ يتكلمون إلا من أذن له الرحمن
അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളതായ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവനും ഇതാ മഹ്ശറയിൽ പ്രയാസപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിലേക്ക് സർവ്വ അമ്പിയാക്കളും സർവ്വ ഔലിയാക്കളും സർവ്വരും ഇതാ മഹ്ശറയിലേക്ക് വന്നുകൊണ്ട് സഫ് സഫായി നിൽക്കുകയാണ്. മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ എല്ലാ മലക്കുകളും അള്ളാഹുവിന്റെ ദർബാറിൽ സഫ് സഫായി അണിയൊപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഓരോ സമുദായത്തെയും അതത് സമുദായത്തെ വഹിച്ചുകൊണ്ട് അവരുടെ നേതൃത്വമാകുന്ന പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു വരുകയാണ്. എല്ലാവരും വന്നു നിൽക്കുന്ന മഹ്ശറയിൽ അള്ളാഹു കനത്ത വിചാരണയ്ക്ക് അള്ളാഹു വിധേയമാക്കുമേ. ഈ ദുനിയാവിൽ വിചരിച്ച ആളുകൾക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇന്ന അവ്വല അള്ളിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമുൽ അഫ്വാഹ്. നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ തിരുസവിധത്തിൽ വെച്ചുകൊണ്ട് എല്ലാ അവയവങ്ങളും പരിപൂർണമായി അള്ളാഹുവിനോട് മിണ്ടാട്ടമില്ലാതെ സംസാരമില്ലാതെ നാവ് കൊണ്ട് ചലിപ്പിക്കാൻ പറ്റാതെ നിൽക്കുമ്പോ അവന്റെ അവയവങ്ങൾ അവന് എതിരായി സാക്ഷി നിൽക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയല്ലോ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ എത്തുമ്പോ നമ്മുടെ നാവുകൾക്ക് സംസാര വൈഭവം ഇല്ലേ ഇല്ല. നാവിന്റെ സംസാര വൈഭവം അള്ളാഹു എടുത്തു കളയുകയാണ്. കൈകളാണ് പടച്ചറപ്പിനോട് സംസാരിക്കുന്നത്, കാലുകളാണ് പടച്ചറപ്പിനോട് സംസാരിക്കുന്നത്. മനുഷ്യന്റെ അവയവങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാ. ഇടതുകാലിന്റെ തുടയല്ല അള്ളാഹുവിന്റെ മുന്നിൽ വിളിച്ചു പറയുകയാണ് ഇന്ന അവ്വല അള്ളിൻ മിനൽ ഇൻസാൻ യതകല്ലമു യൗമ യുഖ്തമുൽ അഫ്വാഹ്. മനുഷ്യന്റെ അവയവങ്ങൾ വാകൾ സീല് വെക്കപ്പെടുമ്പോ നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ ആദ്യമായി മനുഷ്യ മാനവ എനിക്കും നിങ്ങൾക്കും എതിരിൽ ആദ്യമായി സംസാരിക്കുന്നത് ഫഖുദുഹു മിനർരിജിലി ശിമാൽ. ഇടതുകാലിന്റെ തുടയല് അള്ളാഹുവിന്റെ ദർബാറിൽ നിന്നുകൊണ്ട് പറയുകയാ അനറകിബുതുൽ ഹറാം അനറകിബുതുൽ ഹറാം. ഞാൻ ഇന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ടതായ ശരീരഭാഗമാണ്. എന്റെ തുടയല് ഇന്ന പെണ്ണുമായി ചേർന്നതാണ് അല്ലാഹ്. എന്റെ തുടയല് ഇന്ന ചെറുപ്പക്കാരനുമായി സന്ധിച്ചതാണ് അല്ലാഹ്. അനറകിബുതുൽ ഹറാം അനറകിബുതുൽ ഹറാം. നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് ആദ്യമായി മനുഷ്യ സഹോദര സഹോദരി നമുക്ക് എതിരിൽ സംസാരിക്കുന്നതായ അവയവം ഇടതുകാലിന്റെ തുടയലാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു ശിക്ഷയെ തീരുമാനിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ നരകത്തിലേക്ക് പ്രവേശിക്കാൻ ഹേതുവാകുകയാണ്. നാളെ ലഭിക്കുന്ന പരലോകത്ത് കിട്ടുന്നതായ 3 ശിക്ഷകളിൽ ഒന്നാമത്തത് അള്ളാഹു അവനോട് ദേഷ്യപ്പെടുകയാണ് എങ്കിൽ, വ്യഭിചരിക്കുന്ന ആളുകളോട് ദേഷ്യമാണ് എങ്കിൽ, രണ്ടാമത്തത് അവനോട് കനത്ത വിചാരണയാണ്, മൂന്നാമത്തത് വൽ ഖുലൂദു ഫിന്നാർ, നരകത്തിൽ ശാശ്വതികത്വമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നരകത്തിലേക്ക് എഴുതിത്തള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, കുറഞ്ഞ കാല ജീവിതം ഇവിടെ ആവശ്യമില്ലാത്തതിലൊന്നും പെട്ടുപോകണ്ട. നമ്മുടെ ഈമാനിനെ സംരക്ഷിച്ചോ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ഓർത്തൊന്ന് ദുഃഖിച്ചോ. ശരിക്ക് കരഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യൽ. മനുഷ്യനാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടാകും. കുല്ലുബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. തെറ്റ് ചെയ്യാത്തത് അമ്പിയാ മുർസലീങ്ങൾ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ തെറ്റുകളിലേക്ക് നമ്മൾ വ്യാപൃതരായിട്ടുണ്ടാകും. പക്ഷെ ആ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റുപറഞ്ഞ് ഖേദത്തോടുകൂടിയും ദുഃഖത്തോടുകൂടിയും മേലിൽ അത് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടിയും ആ തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളിൻ. അള്ളാഹു നമുക്ക് തൗബയുടെ വാതിൽ തുറന്നു തരും. അതിന് ഏറ്റവും നല്ല മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ഈമാനിന്റെ പ്രഭ നിലനിർത്താൻ അള്ളാഹുവിനെ നേർക്കുന്നവരെന്ന് കാണാൻ ഉപകരിക്കുന്ന നിസ്കാരത്തെ മുടക്കരുത്. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള ഒരു തരീഖത്തും വേണ്ട, ഒരു ശൈഖും വേണ്ട. 5 വഖത്ത് അവ്വൽ വഖത്തിൽ ജമാഅത്തായി പുരുഷന്മാർ നമസ്കരിക്കണം. സ്ത്രീകൾ അവ്വൽ വഖത്തിൽ തന്നെ നമസ്കാരം ചിട്ടവെക്കണം. ദിക്റുകൾക്കും ദുആകൾക്കും പ്രാധാന്യം കൽപ്പിക്കണം. നമുക്ക് നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ ഞാൻ ഇന്ന സമയത്ത് നിന്നെ ഓർത്തുകൊണ്ടും ദിക്റിലായി കഴിഞ്ഞവനാണെന്ന് പറയാൻ ഒരു സമയം നമുക്കുണ്ടാവണം. ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ സമയം ഡെയിലി സ്വലാത്ത് ചെല്ലാനും ദിക്റ് ചെല്ലാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. പള്ളിയിൽ കയറി വേഗം ഇറങ്ങി ഓടണ്ട. ഖുർആൻ ഓതിക്കൊണ്ട് നിലകൊള്ളുന്നവൻ വിജയിച്ചു, ദിക്റ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവൻ വിജയിച്ചു, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവൻ വിജയിച്ചു, തെറ്റുകുറ്റങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നവൻ വിജയിച്ചു. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, 30, 40, 50 വയസ്സൊക്കെ. ഇനിയും നമ്മൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ വലിയ വിപത്തിലെത്തിച്ചേരും. ഒരു തിരിച്ചുവരവ് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ എന്ന ആയത്താണ് നിങ്ങൾക്ക് അവസാനമായി പറഞ്ഞു തരുന്നത്. വഅനീബു ഇലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ തൗബ ചെയ്തു മടങ്ങി, ഖേദിച്ചു മടങ്ങി. വഅസ്ലിമൂ ലഹു, റബ്ബിനെ പരിപൂർണമായി വഴിപ്പെട്ട് ജീവിക്കൻ. മിൻ ഖബലി അൻ യഅതിയകുമുൽ അദാബ്, വലിയതാകുന്ന ശിക്ഷകൾ നിങ്ങൾക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ വേഗം തൗബ ചെയ്തു മടങ്ങിക്കോ. സുമ്മ ലാ തുൻസറൂൻ, ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹായം ഉണ്ടാവില്ല. എന്തെങ്കിലും വിപത്ത് വന്നതിന് ശേഷം പിന്നെ കൈകാലിട്ടടിച്ചിട്ട് പടച്ചോനെന്ന് വിളിച്ചാലൊന്നും ആരും സഹായിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് മരണം എത്തുന്നതിന് മുമ്പ്, വിപത്ത് വരുന്നതിന് മുമ്പ്, പ്രയാസം വരുന്നതിന് മുമ്പ്, മാരകമാകുന്ന രോഗങ്ങൾ അള്ളാഹു നൽകി പരീക്ഷിക്കുന്നതിന് മുമ്പ്, ഇപ്പം ആരോഗ്യമുള്ള ഈ സമയം, അള്ളാഹു നൽകിയിരിക്കുന്ന ഈ ബോധമുള്ള സമയം നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് മടങ്ങിക്കോ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ, അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നമ്മുടെ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ.